മൈ ഡിയേഴ്സ്, അപ്പോൾ മോയ്സ്ചറൈസർ അല്ലെ, ഏത് മോയ്സ്ചറൈസറാണ് ഏറ്റവും ബെസ്റ്റ്, ഏത് മോയ്സ്ചറൈസർ ഉപയോഗിച്ചാലാണ് നല്ല ഗുണം കിട്ടുക? അപ്പോൾ അങ്ങനെ ഡ്രൈ സ്കിന്നിന് ഏതാ, ഓയിലി സ്കിന്നിന് ഏതാ, അങ്ങനെയൊക്കെ ചോദിച്ചു ഒത്തിരി ചോദ്യങ്ങളാണ്. അപ്പം എന്തായാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. മോയ്സ്ചറൈസറിന്റെ കാര്യം പറയുവാണെങ്കിൽ വിപണിയിൽ ധാരാളം ഉണ്ട്. ഏതിപ്പോൾ നമ്മുടെ സ്കിന്നിന് ചേരും അല്ലെങ്കിൽ ഏതാണ് ബെസ്റ്റ് ക്വാളിറ്റി എന്ന് സെലക്ട് ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും. അത്രമാത്രം പ്രോഡക്റ്റുകളാണ് മോയ്സ്ചറൈസർ ആയിട്ട് വിപണിയിലുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സ്കിന്നിന് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തന്നെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. കാര്യം നമ്മുടെ സ്കിന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് സൂട്ടായിട്ടുള്ളതും അത്യാവശ്യം നല്ലതുമായിരിക്കണം. കാരണം നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം വരാൻ പാടില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ളത് തന്നെ നമുക്ക് നോക്കാൻ വേണം. ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈം എന്ന് പറയുന്നത് ശരിക്കും മോർണിംഗ് ആൻഡ് നൈറ്റ് ആയിരിക്കും. കാര്യം ആ ഒരു ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായി വാഷ് ചെയ്ത് ടവൽ കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ. പിന്നെ ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്ക് ക്രീം ആയിരിക്കും കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ലോഷൻ രൂപത്തിലും അതുപോലെ ക്രീമായിട്ടും രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി പറയാനുള്ളത്, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. സാധാരണ എല്ലാവരും നമ്മളൊക്കെ ഇങ്ങനെ മോയ്സ്ചറൈസർ എടുക്കുക, ഇങ്ങനെ അങ്ങോട്ട് ആക്കുക, ഇങ്ങനെ തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക, ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ശരിക്കും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. അതായത് ടിപ്പിലേക്ക് വേണം നമ്മൾ ക്രീം ആയാലും ലോഷൻ ആയാലും എടുക്കുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാൻ പാടും. എന്നിട്ട് അത് ഫുൾ കയ്യിൽ ഇങ്ങനെ നല്ലോണം ആക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെയും ഇങ്ങനെയും പിന്നെ കഴുത്തിലാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. കുറച്ച് പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. അത്യാവശ്യം വിപണിയിൽ നന്നായി മൂവ് ഉള്ളതും ബാഡ് അല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് മോയ്സ്ചറൈസർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പം ഡെയിലി മോയ്സ്ചറൈസർ ക്യൂറേഷ്യോ അത്യാവശ്യം നല്ല ബെസ്റ്റ് കമ്പനിയാണ്. അതുപോലെ തന്നെ വെനൂസിയ എല്ലാവർക്കും അറിയാമല്ലോ, ഡോക്ടർ റെഡ്ഡീസിന്റെ പ്രോഡക്റ്റ് ആണ്. വെനൂസിയയുടെ ക്രീമും ലോഷനും ഒക്കെയാണ് കൂടുതലായിട്ട് പോകുന്നത്. ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സെറ്റാഫിന്റെ മോയ്സ്ചറൈസിങ് ലോഷൻ, ഇതും അതുപോലെ നല്ലതാണ്. പിന്നെ മോയ്സ്ചറെക്സ്, ഇപ്പം ഇത് ഞാൻ ജസ്റ്റ് കുറച്ച് പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തി എന്ന് മാത്രം. ഇതൊരു പരസ്യം അങ്ങനെ ഒന്നുമല്ല. കാര്യം ഇതൊക്കെ വൻകിട വലിയ കമ്പനികളാണ്. അപ്പോൾ ഇതിൻ്റെ പരസ്യത്തിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ എന്താ ഞാൻ പറയാൻ വെച്ചാൽ, ഇത് കൂടാതെ പിന്നെ നമുക്ക് നിവിയയുടെ ബോൺസിൻ്റെ ഒക്കെ സാധാരണ മോയ്സ്ചറൈസിങ് ലോഷനും ക്രീമും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് യോജിച്ചതും നിങ്ങൾക്ക് വിശ്വാസമുള്ളതുമായത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, പ്രോഡക്റ്റ് കുറച്ച് പരിചയപ്പെടുത്തി തന്നു എന്നത് മാത്രം. അപ്പോൾ ശരി, ഓക്കെ.